നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് ഇന്ന് 5126ാമത്തെ വർഷമാണ്. കലിദിന സംഖ്യ ഇന്ന് വരുന്നത് 18,72,439ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്ക് എണ്ണുമ്പോഴാണ് ഈ 18,72,439ാമത്തെ ദിവസം എന്ന് കണക്കാക്കിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിൽ ഉള്ള കലണ്ടർ അനുസരിച്ച് ഇന്ന് പുതിയ വർഷം തുടങ്ങുകയാണ്. ചിങ്ങമാസം 1-ാം തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണമാസം 26-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ നവമി തിഥിയാണ്. രാവിലെ 7:24 വരെയാണ് നവമി തിഥിയുള്ളത്. അതിനുശേഷം ദശമി തിഥിയാണ്. കരണം വരുന്നത് കഴുത കരണമാണ്. രാവിലെ 8:28 വരെയുള്ള സമയത്താണ് ഈ കഴുത കരണം വരുന്നത്. നിത്യയോഗം വരുന്നത് വ്യാഘാത നാമ നിത്യയോഗമാണ്. നാൾ വരുന്നത് രോഹിണി നക്ഷത്രമാണ്. 3:17 വരെ ഈ രോഹിണി നക്ഷത്രമുണ്ട്. രാത്രി ഞാറ്റുവേല മകം ഞാറ്റുവേലയാണ്. ദിവസം വരുന്നത് ഞായറാഴ്ച, അതായത് സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:10:51 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:37:02 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 18 11 പകലിൻ്റെ ദൈർഘ്യമുള്ളത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 5:04 തുടങ്ങി 6:37 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:32 മുതൽക്ക് 5:04 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം 12:27 മുതൽക്ക് 2 മണി വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠകാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്ന തുലാക്കൂറുകാർക്കാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കാണ് ഇന്ന് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്നത്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയ കർമ്മങ്ങൾ തുടങ്ങുക, യാത്ര, പ്രധാനപ്പെട്ട യാത്ര ഇവയൊക്കെ ഇന്ന് വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:03 തുടങ്ങി 12:25 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യഭാഗം വർജിച്ച് 12:29 മുതൽക്ക് 12:51 വരെയുമുള്ള സമയത്താണ്. 12:03 മുതൽക്ക് 12:51 വരെയാണ് അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്തെങ്കിലും അന്നേ ദിവസം തന്നെ തുടങ്ങേണ്ടതുണ്ടെങ്കിൽ ഈ പറയുന്ന അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് രോഹിണി നക്ഷത്രമാണ് ഉദയത്തിന് ഉള്ളത്. പൗഷ്ടികമായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ നല്ലതാണ്. വിവാഹം, അതുപോലെ ധനസംഗ്രഹം, രാജഗ്രഹം, അതുപോലെ ദേവഗ്രഹം മുതലായവ ഉണ്ടാക്കുക, മംഗല കർമ്മങ്ങൾക്കും പുതിയ ഭൂഷണാദികൾ വാങ്ങിക്കുക, ധരിക്കുക, ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തിഥി സപ്തമിയാണ്. യുദ്ധം, അതുപോലെ കലഹകാര്യങ്ങൾ, ചൂത്, വിഷം, അഗ്നി, ശസ്ത്രം മുതലായിട്ടുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് സപ്തമി തിഥിക്ക് അനുയോജ്യമായിട്ടുള്ളത്. നമസ്കാരം.